സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി പ്രയോഗിക്കുമെന്ന ഇസ്രയേൽ പ്രസിഡന്റ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസയിലെ വിവിധയിടങ്ങളിൽ വ്യോമാക്രമണ പരമ്പര. 22 കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. വടക്കൻ ഗാസയിലെ ജബലിയയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 50 പേർ മരിച്ചതായി പ്രാദേശിക അധികാരികളെയും മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിലെ ഇറാനിയൻ പിന്തുണയുള്ള ഇസ്ലാമിക് ജിഹാദ് ഹമാസുമായി ചേർന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് ഗാസയിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ബെയ്റ്റ് ലാഹിയയിലും രൂക്ഷമായ മിസൈൽ ആക്രമണം ഉണ്ടായി. ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ സൈന്യം വിസമ്മതിച്ചു. എന്നാൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദേശത്തുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജബലിയ നിവാസികൾക്ക് ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകിയിരുന്നു. ഹമാസിനെതിരായ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ പൂർണ്ണ ശക്തിയോടെ മുന്നോട്ടു പോകുമെന്നും ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു. ഹമാസ് നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചതായി കണക്കാക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. താൽക്കാലിക വെടിനിർത്തൽ സംഭവിച്ചാലും യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രയേലിന്റെ സൈനിക സമ്മർദ്ദത്തിന്റെയും US പ്രസിഡന്റ് ട്രംപിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയും ഫലമായാണ് ഹമാസ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ബന്ദിയെ മോചിപ്പിച്ചതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിനിടെയാണ് ഗാസയിൽ പുതിയ ആക്രമണ പരമ്പര ആരംഭിച്ചത്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം ഒരു വെടിനിർത്തൽ കരാറിന് വഴിയൊരുക്കുമെന്ന ഗാസയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കുമെന്നോ ഉള്ള പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു. ഇസ്രയേൽ ആക്രമണത്തിൽ 52,800-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അവരിൽ പലരും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. അതോടൊപ്പം ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ ഹസൻ അസിഫ് കൊല്ലപ്പെട്ടു. ഹമാസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിച്ച് നേരത്തെ അസ്ലിഹിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത്. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഏപ്രിൽ ഇതേ ആശുപത്രിയിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിന്നും അസ്ലിഹ് പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ഈ ആക്രമണത്തിൽ അസ്ലിഹിന്റെ സഹപ്രവർത്തകൻ ഹെൽമി അൽ ഫക്കാവി കൊല്ലപ്പെടുകയും മറ്റ് നിരവധി പത്രപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആശുപത്രിയെ ലക്ഷ്യം വെച്ച് 9 മിസൈലുകളാണ് തൊടുത്തത്. ആക്രമണത്തിൽ അസ്ലിഹ് ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസ് 2023 ഒക്ടോബർ 7-ന് നടത്തിയ ആക്രമണത്തിൽ അസ്ലിഹ് പങ്കാളിയാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഹമാസിന്റെ ഇസ്രയേലിലേക്കുള്ള ആക്രമണത്തിനിടെ നടന്ന കൊള്ള, തീവയ്പ്, കൊലപാതകം എന്നിവയുടെ ദൃശ്യങ്ങൾ പകർത്തിയ അസ്ലിഹ് അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതായും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഹമാസിന്റെ പ്രവർത്തനങ്ങളിൽ അസ്ലിഹിന് പങ്കില്ലെന്ന് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ തവാബ്ത വ്യക്തമാക്കി. അസ്ലിഹ് ഒക്ടോബർ 7-ലെ സംഭവങ്ങളിൽ പങ്കാളിയാണെന്ന് ഇസ്രയേലിന്റെ വാദം മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള മാർഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രധാന ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നാസർ ആശുപത്രിയിൽ നടന്നതെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. ഹമാസിന്റെ കമാൻഡ് കൺട്രോൾ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗാസയിലെ ആശുപത്രികൾക്കെതിരെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത്.